ചങ്ങായീസ് നമ്മുടെ കണ്ണൂരിൻ്റെ സ്വന്തം കുഞ്ഞിപ്പത്തൽ അഥവാ കക്കാ റൊട്ടീൻ്റെ റെസിപ്പി നോക്കിയാലോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കാനാണെങ്കിലും വളരെ എളുപ്പം. അതായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഒരു സവോള നൈസായി സ്ലൈസ് ചെയ്ത് കുറച്ച് ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കുന്നുണ്ട്. ഏകദേശം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ചതച്ച് ചേർത്ത് പിന്നെ പച്ചമണം മാറുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. കുറച്ച് ചിക്കൻ മസാല, അതിൽ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നോടും വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ആവശ്യമായിട്ടുള്ള ചിക്കൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ആവശ്യമായിട്ടുള്ള ഉപ്പും നല്ല ചൂടുവെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമായിട്ടുള്ള ഉപ്പും നല്ല ചൂടുവെള്ളം ചേർത്തിട്ട് അടച്ചു വെച്ചൊരു 10-15 മിനിറ്റ് നമുക്ക് അതേപോലെ ഇനി ഒരു മിക്സി ജാറിലേക്ക് കുറച്ച് ചെറുകിയ തേങ്ങയും കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് ജീരകവും ചേർത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതോടെ നമ്മുടെ ഈ ഒരു അരിപ്പൊടിയിലേക്ക് ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ്. ഇനി ഈ ഒരു ഷേപ്പിലേക്ക് നമുക്കൊന്ന് മാറ്റിയതിന് ശേഷം ഇഡ്ഡലി തട്ടിൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് നമുക്ക് സ്റ്റീം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കിട്ടുന്നുണ്ടാവും. ഇപ്പം നമ്മുടെ ചിക്കൻ കറി ആണെങ്കിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചെറുകിയ തേങ്ങയും അതുപോലെ കുറച്ച് കൊച്ചുള്ളിയും ജീരകവും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അതുകൂടി ചേർത്ത് ഇളക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഇഡ്ഡലി തട്ടിലിരിക്കുന്ന ആ ഒരു ഐറ്റം കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ആവശ്യമെങ്കിൽ നോക്കിയിട്ട് ഉപ്പൊക്കെ ഈ ഒരു സമയത്ത് ചേർക്കാവുന്നതാണ്. ലാസ്റ്റ് കുറച്ച് താളിപ്പൊടി ചേർത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി കുഞ്ഞിപ്പത്തൽ അഥവാ കക്കാറൊട്ടിയുടെ റെഡിയാണ്. ഇത് ഉണ്ടാക്കി നോക്കാത്ത ആൾക്കാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ.